ചാപ്റ്റർ 12 റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മളടുത്ത ചാപ്റ്റർ സസ്യങ്ങളിലെ റീപ്രൊഡക്ഷനാണ്. എങ്ങനെയാണ് ഒരു സസ്യത്തിൽ നിന്നും പുതിയ ഒരു സസ്യം ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ സസ്യങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടാവും. ജീവജാലങ്ങളുടെ കേസിലും ഇത് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ചിലത് കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ചിലത് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും. പല രീതിയിലാണ്. അതേപോലെ തന്നെയാണ് സസ്യങ്ങൾ പല രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഏതെല്ലാം രീതിയിലാണ് സസ്യങ്ങളുടെ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഫ്രം ദെയർ പാരൻസ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വ്യക്തി ഉണ്ടാവുക അതിൻ്റെ പാരൻറ്റിൽ നിന്ന്. ഇപ്പം നമ്മളെ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായതാണ്. നമ്മുടെ പാരൻസിൽ നിന്ന് പുതിയ ഒരു ജീവിയായിട്ടുണ്ടായതാണ് നമ്മൾ. ഇതേപോലെ എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും അവയുടെ അതേ ഗണത്തിൽപ്പെട്ട പുതിയ ഒന്നിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ലോകം നിലനിന്ന് പോകുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല. നമുക്കറിയാവുന്ന കേസാണല്ലോ. അപ്പോൾ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റീപ്രൊഡക്ഷൻ പല രീതിയിലാണ് നടക്കുന്നത്. അതേതെല്ലാം രീതിയിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീപ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. പുതിയൊരു ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക ഫ്രം ദെയർ പാരൻസ്. ഓക്കെ, അവയുടെ പാരൻസിൽ നിന്ന്. ഇനി നമ്മൾ സസ്യങ്ങളുടെ കേസിലേക്ക് വരുന്ന സമയത്ത് സസ്യങ്ങൾക്ക് വ്യത്യസ്ത പാർട്ടുകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ പാർട്ടും വ്യത്യസ്ത ഫങ്ഷൻസാണ് ചെയ്യുന്നത്. നമ്മളതിനെ വ്യത്യസ്ത കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ടാവും. സസ്യത്തിൻ്റെ പാർട്ടുകളാണ്. ഫ്ലവർ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും, സ്റ്റെമ്മ്, ലീഫ്, അതുപോലെ തന്നെ മൊട്ട്, ബെഡ് ഉണ്ടാവും, നോട്ട്സ്, ഇൻ്റർനോട്ട്സ്, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്നും അതേപോലെ പ്രൈമറി റൂട്ടും സെക്കൻഡറി റൂട്ടും കൂടെയുള്ള റൂട്ട് സിസ്റ്റം, ഇങ്ങനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് സസ്യങ്ങളെ ആദ്യം ക്ലാസിഫൈ ചെയ്യാണ്. അത് ഒന്ന് ഷൂട്ട് സിസ്റ്റവും മറ്റൊന്ന് റൂട്ട് സിസ്റ്റവും. ഇതിൽ സസ്യങ്ങളെ നമ്മൾ വേറെ ഒരു രീതിയിൽ രണ്ട് പാർട്ടാക്കി തിരിക്കുകയാണ്. ഒന്ന് വെജിറ്റേറ്റീവ് പാർട്സും മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് പാർട്സും. ഒരു സസ്യത്തിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്, ഇത് മൂന്നുമാണ്. ഇലയും വേരും സ്റ്റെമ്മുമാണ് ഇതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പല സസ്യങ്ങളുടെയും നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പാർട്ടുകളാണിത്, അല്ലേ? ഒന്നുകിൽ സ്റ്റെം ഉപയോഗിക്കാറുണ്ട്, റൂട്ട് ഉപയോഗിക്കാറുണ്ട്, ലീവ്സൊക്കെ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവേഴ്സാണ്, പൂക്കളാണ്. പൂക്കൾ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സാധാരണഗതിയിൽ പൂവിൽ നിന്ന് വിത്തുണ്ടാവും, ആ വിത്തിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവാറ്. എന്നാൽ ചിലതിനെന്ത് ചെയ്യും, റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, ലീവ്സിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സസ്യത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഫ്ലവേഴ്സിനെയും അതേപോലെ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടും സ്റ്റെമ്മും ലീവ്സുമാണ്. സസ്യങ്ങൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷനുകൾ നടക്കാറുണ്ട്. ഒന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷനും മറ്റൊന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും. മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ ഒന്ന് റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരു സസ്യങ്ങളുടെ വ്യത്യസ്ത പാർട്ടുകൾ പറഞ്ഞു, പിന്നീട് നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സും റീപ്രൊഡക്റ്റീവ് പാർട്സും പറഞ്ഞു. ഇനി വെജിറ്റേറ്റീവ് പാർട്ടും റീപ്രൊഡക്റ്റീവ് പാർട്ടും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പഠിക്കണം. സസ്യങ്ങളിൽ രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷനുകളാണ് നടക്കുന്നത്. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും മറ്റൊന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷനും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ന്യൂ പ്ലാന്റ്സ് arise without the help of seeds. സസ്യങ്ങളുടെ സീഡ്സിൻ്റെ സഹായമില്ലാതെ, വിത്തിൻ്റെ സഹായമില്ലാതെ പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവാം, അത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഫ്ലവർ, ആ ഫ്ലവറിൽ നിന്ന് സീഡ് ഉണ്ടാവും, വിത്ത് ഉണ്ടാവും. ആ വിത്തിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്, അത് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. അല്ലാതെ വിത്തിൻ്റെ സഹായമില്ലാതെ
ഒന്നുകിൽ അതിൻ്റെ സ്റ്റെമ്മ്, നമ്മൾ റോസൊക്കെ കണ്ടിട്ടില്ല, നമ്മളെ സ്റ്റെമ്മ് നട്ടാൽ പുതിയ പ്ലാന്റ് ഉണ്ടാവും, ചിലതിൻ്റെ റൂട്ട് നട്ടാലുണ്ടാവും, ചിലതിൻ്റെ ലീഫിൽ നിന്നുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ന്യൂ പ്ലാന്റ്സ് reproduction of new plants without the help of seeds. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ, ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ്. പുതിയ പ്ലാന്റ് ഉണ്ടാവുക സീഡ്സിൽ നിന്നാണ്, വിത്തിൽ നിന്നാണ്. വ്യത്യാസം മനസ്സിലായോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നായിരിക്കും പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. സീഡിൻ്റെ വിത്തിൻ്റെ സഹായമില്ലാതെയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ വിത്തിൻ്റെ സഹായത്തോടുകൂടെ വിത്തിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. നമ്മളെ തെങ്ങ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. കാരണം പുതിയ തെങ്ങുണ്ടാവുന്നത് തേങ്ങയിൽ നിന്നാണ്. തേങ്ങ എന്ന് പറയുന്നതിൻ്റെ സീഡാണ്. നമ്മളെ റോസ് ചെടി ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അത് വിത്തിൽ നിന്നല്ല പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ്. വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഇതാണ്. ഒന്ന് റീപ്രൊഡക്ഷൻ, അതേപോലെ വെജിറ്റേറ്റീവ് പാർട്സും റീപ്രൊഡക്റ്റീവ് പാർട്സും പറഞ്ഞു. അതോടൊപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഇൻ പ്ലാന്റ്സ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ്. സസ്യങ്ങളിൽ വ്യത്യസ്ത തരം അസെക്ഷൽ റീപ്രൊഡക്ഷനുകൾ നടക്കാറുണ്ട്. അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആവാം, ബഡ്ഡിംഗ് ആവാം, ഫ്രാഗ്മെൻറ്റേഷൻ ആവാം, സ്പോർ ഫോർമേഷൻ ആവാം, ഇങ്ങനെ പല രീതിയിൽ ആവാം. എല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് തന്നെയാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെയാണ് ഈ ഓരോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഓരോ രീതിയിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫസ്റ്റ്. നമ്മൾ സസ്യത്തിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സും റീപ്രൊഡക്റ്റീവ് പാർട്സും പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. ഇൻ ദിസ് മെത്തേഡ് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെമ്മ് ഓർ ലീവ്സ്. ഇല, കാണ്ഡം, റൂട്ട്, വേര്. ഇതിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. ഉദാഹരണം, ഇഫ് ദ സ്റ്റെം കട്ടിംഗ് ഓഫ് എ റോസ് പ്ലാന്റ് ഓർ മണി പ്ലാന്റ് ഈസ് പ്ലാന്റഡ് ഇൻ സോയിൽ വി ക്യാൻ ഗെറ്റ് എ ന്യൂ പ്ലാന്റ്. മണി പ്ലാന്റ് അല്ലെങ്കിൽ റോസ് പോലുള്ള ചെടികളൊക്കെ നമുക്ക് അതിൻ്റെ സ്റ്റെമ്മ് നട്ട് കഴിഞ്ഞാൽ പുതിയൊരു ചെടി നമുക്ക് കിട്ടും. പൊട്ടാറ്റോ ഹാസ് സ്മോൾ ബഡ്സ് കോൾഡ് ഐസ്. ഉരുളക്കിഴങ്ങാണെങ്കിൽ ചെറിയ ബഡ്ഡുകൾ ഉണ്ടാവും. വേര്, ഇതൊക്കെ വേരിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന ചെടികളാണ്. ഡാലിയ പോലുള്ള ചെടികളൊക്കെ ഇങ്ങനത്തെ വേര്, ആ വേരിൽ നിന്ന് പുതിയ പ്ലാന്റ്. ഇതൊക്കെ റൂട്ട്സാണ്, നമ്മൾ കാണുന്നതൊക്കെ റൂട്ട്സാണ്. ആ റൂട്ട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇതും അതുപോലെ തന്നെയാണ്. സാധാരണ ഇതിൽ സ്റ്റെമ്മാണ്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകളാണ്. ഉള്ളിയും മറ്റും ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുകളാണ്. സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവാം. ഇഞ്ചി ആവാം, മഞ്ഞളാവാം, ഓക്കെ, അതേപോലുള്ള സാധനങ്ങളൊക്കെ സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതിന് ഉദാഹരണങ്ങളാണ്. ഉരുളക്കിഴങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉരുളക്കിഴങ്ങിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരും. ബെഡ് എന്നാണ് ഇത് നമ്മൾ പറയാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ട് പുതിയ ഉരുളക്കിഴങ്ങ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ബെഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ബെഡ് മാത്രമല്ല, ഉരുളക്കിഴങ്ങിനെ പല പീസുകളാക്കുക. ഓരോ പീസിലും ഓരോ ബെഡ് വരുന്ന രീതിയിൽ ഉരുളക്കിഴങ്ങിനെ പീസുകളാക്കിയിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഉരുളക്കിഴങ്ങുകൾ ഉണ്ടാവും. ആ ബെഡ് മുളച്ച് പുതിയ പ്ലാന്റായി മാറും. മനസ്സിലായല്ലോ? ഇതിനാണ് നമ്മൾ ബെഡ് എന്ന് വിളിക്കുക, ഈ ഒരു ഫോർമേഷൻ. ഈ ബെഡുകളെ നമ്മൾ ഐസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, പൊട്ടാറ്റോൻ്റെയൊക്കെ ഐസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഐസ് ഉള്ള, അതായത് ഈ ഒരു മുള പൊന്തിയ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടും. അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ പറഞ്ഞു. ഇഞ്ചി നമ്മൾ നടാൻ അങ്ങനെ തന്നെയാണ്. ഇഞ്ചിക്ക് ചെറിയ ബെഡ്സ് വരും. ആ ബെഡ്സുള്ള ഭാഗം നട്ട് കഴിഞ്ഞാൽ പുതിയ സസ്യം ഉണ്ടാവും. ഇനി ബ്രയോഫിലം എന്ന് പറയുന്ന സസ്യത്തിന് ബെഡ്സ് ഇൻ ലീഫ്, ഇലയിലാണ് അതിന് ബെഡ്സ് ഉണ്ടാവാറ്. ഈ ബെഡുള്ള പാർട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടും. അതുപോലെ കാക്ടസ്, നമ്മൾ കള്ളിമുൾച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കള്ളിമുൾച്ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ, മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ സ്റ്റെമ്മ് നട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ
ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ട് നടുന്നത് കൊണ്ട് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതിന് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് റോസാണ്, റോസിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ നടുക. മണി പ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ നടുക. പൊട്ടാറ്റോയുടെ ബഡ്സ് ഉണ്ടെന്നില്ലേ, കാണുന്നില്ലേ? അതുപോലെ കാക്ടസ്, ബ്രയോഫില്ലം, ഇഞ്ചി, ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ബ്രയോഫില്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയിൽ നിന്ന് നമ്മൾ ഇല മുളച്ചി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതിന് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.